മലപ്പുറത്ത് വൻ MDMA വേട്ട. കരിപ്പൂരിലെ ഒരു വീട്ടിൽ നിന്ന് 1.5 കിലോ MDMA പോലീസ് പിടികൂടി. കാസർഗോഡ് ലഹരി വിൽപ്പനയ്ക്കെതിരെ പരാതി നൽകിയതിന് കുടുംബത്തിന് നേരെ ആക്രമം. കോട്ടയത്ത് കഞ്ചാവിന്റെ ലഹരിയിൽ യുവാവ് വഴിയരികിൽ നിന്ന് ആളെ തള്ളി കിണറ്റിലിട്ടു. സമൂഹത്തിൽ ലഹരിയുടെ അതിപ്രസരം ഇല്ലാതാക്കാൻ ശക്തമായ പ്രവർത്തനം നടത്തണമെന്ന് മുസ്ലിം ലീഗ്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് രഹസ്യവിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് കരിപ്പൂരിലെ ഒരു വീട്ടിൽ നിന്ന് 1.5 കിലോ MDMA പോലീസ് പിടികൂടിയത്. പ്രതി ആഷിഖിന് ഒമാനിൽ നിന്നും കഴിഞ്ഞ ദിവസം ഒരു പാഴ്സൽ വന്നിട്ടുണ്ടെന്ന് ജില്ലാ പോലീസ് മേധാവിക്ക് രഹസ്യവിവരം ലഭിക്കുകയായിരുന്നു. ലഹരി വിൽപ്പനയ്ക്കെതിരെ പരാതി നൽകിയതിന് കാസർഗോഡ് മാസ്തിക്കുണ്ടിൽ കുടുംബത്തിന് നേരെ പ്രതികൾ വീട് കയറി ആക്രമിച്ചു. കല്ല് വാരിയെറിഞ്ഞും ഇരുമ്പ് റോഡ് ഉപയോഗിച്ചും മർദ്ദിച്ചും വീടിന്റെ ജനൽ ഗ്ലാസുകൾ തകർത്തും ലഹരി കേസിലെ പ്രതിയായ ഉമ്മർ ഫറൂഖും സഹോദരൻ നിയാസും ചേർന്നാണ് ആക്രമണം നടത്തിയത്. കോട്ടയം മരങ്ങാട്ടുപള്ളിക്ക് സമീപം ഇലക്കാട് ബാങ്ക് ജംഗ്ഷനിൽ കഞ്ചാവിന്റെ ലഹരിയിൽ യുവാവ് വഴിയരികിൽ നിന്ന കല്ലോലിൽ ജോൺസൺ എന്ന ആളെ തള്ളി കിണറ്റിലിട്ടു. നിരവധി ലഹരി കേസുകളിൽ ഉൾപ്പെട്ട ജിതിനാണ് ആക്രമണം നടത്തിയത്. മരങ്ങാട്ടുപള്ളി പോലീസും പാലായിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റും സ്ഥലത്തെത്തിയാണ് ജോൺസനെ കരയ്ക്ക് കയറ്റിയത്. സമൂഹത്തിൽ ലഹരിയുടെ അതിപ്രസരമുണ്ടെന്നും താഴെ തട്ടിൽ നിന്ന് തന്നെ അതിനെ ഇല്ലാതാക്കണമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ കോഴിക്കോട് പറഞ്ഞു. എല്ലാവരും ശക്തമായ ലഹരിവിരുദ്ധ പ്രവർത്തനം നടത്തണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. താഴെ തട്ടിൽ തന്നെ അതിന്റെ ബോധവൽക്കരണം കൂടുതൽ ഊർജിതമാക്കി ലഹരിക്കെതിരെ, മയക്കുമരുന്ന് മാഫിയക്കെതിരെ, നമ്മുടെ പിഞ്ചു ബാല്യങ്ങൾ പോലും അതിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നതിനെതിരെ നമ്മുടെ ശക്തമായ ആ ഒരു കാവൽ ശക്തിയോടെ തന്നെ നമുക്ക് പ്രവർത്തിക്കണം. അതിനെല്ലാവരും തയ്യാറാകണം. ലഹരി വ്യാപനത്തിനും വർദ്ധിച്ചു വരുന്ന അക്രമങ്ങൾക്കുമെതിരെ ആലപ്പുഴയിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ജനകീയ കവചമൊരുക്കാനൊരുങ്ങുകയാണ്. ക്യാമ്പയിന്റെ ഭാഗമായി പൊതുജനങ്ങളെ അണിനിരത്തി വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഡിവൈഎഫ്ഐ ജില്ലാ നേതൃത്വം അറിയിച്ചു. വിവിധ ബ്യൂറോകളുടെ സഹായത്തോടെ ന്യൂസ് ഡെസ്ക് അമൃത TV.